ത്രീ പെർസ്പെക്റ്റീവ്സ് ഓഫ് മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഇന്ന് ഞാൻ ആലപ്പുഴ ചിങ്ങാന എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാംഗ്ലൂരാണ്. അപ്പോൾ മാംഗ്ലൂർ ടൗണിൽ നിന്ന് മാറി കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ തെരളക്കട്ട എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഭാരത് സിനിമ തിയേറ്ററിലെ പടം കണ്ടത്. ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ഭാഗത്തല്ല ഇവിടെ നിന്ന് അധികം സാധാരണ ഒരു മലയാള പടത്തിനൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആളുണ്ടാവലില്ല. അതിന് മുമ്പ് നമ്മളെ നാരായണന് 3 മക്കള് സിനിമയ്ക്ക് പോയ സമയത്ത് പോലും അന്നൊക്കെ ഷോ ക്യാൻസലായി പോവുക ചെയ്തത് കാരണം ആളില്ലായിട്ട്. പക്ഷെ ഒരു സ്റ്റാർ കാസ്റ്റിങ്ങും ഇല്ലാതെ ഒരു കുറച്ച് യൂത്തന്മാരെ വെച്ചിട്ട് ഞാൻ പടം എടുത്തിട്ട് അതൊരു ഫുൾ ടിക്കറ്റ് ആവും. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാതെ നേരിട്ട് പോയി എടുക്കുക, ടിക്കറ്റ് ആളുണ്ടാവില്ല എന്ന് കരുതി പോയപ്പോൾ ഫ്രണ്ട് റോയിൽ നിന്ന് കാണേണ്ടി വന്നു. സത്യം പറഞ്ഞു അത് സത്യം പറഞ്ഞ് ഞെട്ടിച്ചു കേട്ടോ. അതിനൊറ്റ പേരെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഖാലിദ് റഹ്മാനാണ് തിക്കരു. അത് അതിന്റെ അടുത്ത് കാണിക്കാണ്ടായിരുന്നു. ആ പടത്തില് മേക്കിംഗ് സ്റ്റൈലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിന്റെ ക്യാമറ വർക്ക് ജിംഷി ഖാലിദ്. പലർക്കും എനിക്ക് തോന്നുന്നു തല്ലുമാല ഉദ്ദേശിച്ച് ആ ഒരു സാധനം കിട്ടും മറ്റത് കിട്ടും എന്ന് പറഞ്ഞ് പോയവർക്ക് എളുപ്പം അത് കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ പോലും എനിക്കിത് ഒരു കോമഡി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ കോമഡി സ്പോർട്സ് എന്റർടൈനർ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ അത് രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ പല കോമഡികൾ വർക്കായി. എനിക്ക് പല കോമഡികളും എനിക്ക് വർക്കായി. ഞാൻ അത്യാവശ്യം കേട്ട് ചിരിച്ചിരുന്നു. എന്റെ കൂടെ വന്ന എല്ലാവരും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരും ചിരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ കോമഡിയും അവർക്കും വർക്കായിട്ടുണ്ട്. സോ പിന്നെ നെസ്ലിന്റെ ക്യാരക്ടർ ആർക്ക് അവസാനിപ്പിച്ചത് അത്ര നന്നായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ നല്ല രസമായി വന്ന് പിന്നെ അവസാനം എനിക്കത് ആ ഒരു കാര്യം മാത്രം പറ്റാത്ത ബാക്കി എല്ലാവരുടെ കാര്യം ഇതിലിപ്പോ ഇനി ബേബിജിന് സത്യം പറഞ്ഞതിലുണ്ടായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ആളൊരു റാപ്പറാണല്ലോ, അഭിനയിച്ച അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ട ആളുടെ പല സീനുകളും നല്ല രസം ഉണ്ടായിരുന്നു. ഭയങ്കര അഭിനയം എന്നുള്ളതല്ല, പക്ഷെ ആളെ ഓരോ ചില കാര്യങ്ങളുണ്ടായിരുന്നു, ഓരോ ഡയലോഗ് റെപ്രസെന്റേഷൻ, അതുപോലെ ചില സീനുകൾ അയാളുടെ പ്രസൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നായകര് ഓറ ഉണ്ടായിരുന്നു. അതുപോലെ അതിൽ ക്യാമറ ഞാൻ എടുത്തു പറയാനുള്ളത് ജിംഷി ഖാലിദ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ക്യാമറ വർക്ക്സ് എനിക്ക് വളരെ വർക്കായി. അതിൽ പല ഫൈറ്റ് സീക്വൻസ് എടുത്തതും ബോക്സിങ് എടുത്തതും ഒക്കെ നന്നായിരുന്നു. എസ്പെഷ്യലി ആ ഗണപതിയുടെ ഒരു ബോക്സിങ് സീൻ ഉണ്ട്, ബോക്സിങ് ഫൈറ്റ് ഉണ്ട്, അത് കിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാല് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഭയങ്കര ഒരു ബോക്സിംഗ് പടത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമഡി ബോക്സിംഗ് പടത്തിൽ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉള്ളൂ കേട്ടോ അത്. പക്ഷെ നേരെ മറിച്ച് ആ സീൻ എടുത്തു വെച്ചിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞത് ഒരു കോമഡി സ്പോർട്സ് ഡ്രാമ ആണെങ്കിൽ പോലും അതിൽ ആ ഒരു ബോക്സിങ്ങിന് കൊടുത്തൊരു ആ ഒരു ഷോർട്സ്, അതുപോലെ ഓരോ സീനിലും കൊടുത്തിരുന്ന ആ ഒരു ജെർക്കിങ് ഒക്കെ, ചില സീനിലൊക്കെ ആ ഒരു ബെല്ലൊക്കെ ഇറങ്ങിയ സമയത്ത് ക്യാമറക്ക് ഒരു ജെർക്കൊക്കെ വരും. അത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ മ്യൂസിക് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസം. അതായത് സീൻസിന് ഒക്കണ മ്യൂസിക്സ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വിഷ്ണു വിജയ് ആണല്ലോ, അത് വല്ലുമാലയിൽ കിട്ടിയിരുന്ന ആ സാധനം ഒന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ രസം ഉണ്ടായിരുന്നു. എനിക്കത് നോക്കിയായിരുന്നു. ആ പടത്തിന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ പിന്നെ പറയാനുള്ളത് കളർ ഗ്രേഡിങ്, നല്ല കളർ ഗ്രേഡിങ്. സത്യം പറഞ്ഞാൽ ഓരോ സീനിലും കൊടുത്തിരുന്ന ലൈറ്റിങ്, കളർ ഗ്രേഡിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഖാലിദ് റഹ്മാന്റെ മുന്നത്തെ പടങ്ങൾ ഒക്കെ കണ്ട് അത് പ്രതീക്ഷിച്ച് വേറൊരു, എസ്പെഷ്യലി തല്ലുമാല നമ്മൾ പ്രതീക്ഷിച്ചു. തല്ലുമാല ഒരു ഇതിൽ വെച്ച് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് അത് വെച്ചിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഫാമിലി എന്റർടൈനറോ അല്ലെങ്കിൽ ഒരു കോമഡി കുറച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് വരാന്നുള്ളതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പടം എക്സ്പീരിയൻസ് ആയി കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഒപ്പീനിയൻ കേട്ടോ. സോ ഇതാണ് ഇപ്പൊ എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഈ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ആണത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇത് ഫർദർ ഇനി ഇതിൽ 2 ആളും കൂടി ഉണ്ട് നമ്മള് വീഡിയോ പറഞ്ഞു. എന്റെ പേര് ഷേൻ എന്നാണ്. ഇനി ഫർദർ 2 ആളുണ്ട് കൂടെ, ഫോട്ടോയിൽ കാണാം, ലോഗോയിൽ കാണാം 2 ആൾ കൂടെ ഉണ്ട്. അപ്പൊ ഫർദർ വീഡിയോസിൽ അവരും വരും. ഞങ്ങൾ ഇങ്ങനെ 3 പേര് കൂടിയിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിക്കാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫർദർ സപ്പോർട്ട്സ് ഉണ്ടാവുക. അപ്പൊ ഇതുപോലെ നമ്മളൊരു കുറച്ച് കണ്ടന്റ്സ് ഉണ്ടാക്കണം കരുതുന്നുണ്ട്, വീക്കിലി കണ്ടന്റ്സ്, അതുപോലെ എക്സ്പ്ലനേഷൻസും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ, വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഭയങ്കര എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള വർത്താനങ്ങളോ എന്തെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ പോലെ നമുക്ക് തോന്നുന്ന ഒരു ഒപ്പീനിയൻ നമ്മൾ ജസ്റ്റ് പറയാം, കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇനി റിവ്യൂ ചെയ്യപ്പെടണമെന്ന് തോന്നുന്ന പഴയ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഇടാം. നമ്മൾ തെരഞ്ഞെടുത്ത് ചെയ്തിരിക്കുക ഓരോ കണ്ടന്റ്സ് നമ്മൾ പറയും. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യണതാണ്. ഓരോ സമയത്ത് ഓരോ പോളും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അതിന്റെ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഫർദർ വീഡിയോസ് നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നതാണ്. സോ താങ്ക് യു. അടുത്ത വീഡിയോ കൊണ്ട് കാണാം.